നമുക്ക് പറയാനുള്ളത് അടുത്ത മത്സരത്തെ പറ്റിയിട്ടാണ്. പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. നമ്മുടെ ഹോം മാച്ച് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്താലും മാനേജ്മെന്റിന്റെ രോമത്തിൽ ഏശാൻ പോകുന്നില്ല. കാരണം അവര് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാതെ ഈ വർഷം കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ്. അപ്പോ അങ്ങനെ എന്തൊക്കെ കാണിച്ചാലും അവര് ഈ സീസണിൽ ഇതേ ചെയ്യുള്ളൂ. ഇനിയിപ്പോ അവരെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സീസണിൽ. സോ നമ്മള് പ്രൊട്ടസ്റ്റുകൾ പോട്ടെ, അങ്ങനെ തന്നെ പ്രൊട്ടസ്റ്റുകൾ പോട്ടെ. മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. മാനേജ്മെന്റിനെ എതിരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് ഈ സീസൺ നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് മറ്റേത് സീസണേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണിത്. കാരണം ടീം ഭയങ്കര താഴെയാണ്, ടീമിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇങ്ങനെയും റെലഗേറ്റ് ആവാതെ നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മളിപ്പോ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീസൺ ബെറ്റർ ആവാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സീസൺ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അപ്പോ നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഒരു ബെസ്റ്റ് ടീമായി മാറണം. അതിനുള്ള പരിപാടികൾ മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോ അടുത്ത വർഷം ടീം ബെറ്ററായി മാറുമ്പോ ഈ ടീം ISL ഇല്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും നമുക്ക് റെലഗേറ്റ് ആവാതെ ഇരിക്കണം. അതിനെന്തായാലും ഈ ടീമിനെ വെച്ച് തന്നെ കളിപ്പിക്കാനേ പറ്റൂ. അവരിനി ഈ ടീമിനെ എടുത്ത് മാറ്റി വേറെ ആരെയും സൈൻ ചെയ്യാനും ഒന്നും പോകുന്നില്ല. അപ്പോ എങ്ങനെയും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൽ വരിക ആളുകൾ,